അതാ അങ്ങോട്ടേക്ക് നോക്കൂ. കേന്ദ്രത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യം വരുന്ന സമയത്ത് രാഷ്ട്രീയം, ടിക്കാറാം മീണ വരുന്ന സമയത്ത് രാഷ്ട്രീയമില്ല, നിഷ്പക്ഷൻ. താങ്കൾ എന്തിനാ രോഷം കൊള്ളുന്നത്? അല്ല, അങ്ങനെ പറയല്ലേ സാറേ, അങ്ങനെ പറയല്ലേ സാറേ, നമ്മൾ കഞ്ഞിയല്ലേ കുടിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാറേ, അങ്ങനെ പറയല്ലേ സാറേ, നമ്മൾ കഞ്ഞിയല്ലേ സാറേ കുടിക്കുന്നത്? അല്ലല്ലോ, താങ്കൾക്ക് ഇപ്പോൾ പക്ഷമുണ്ടോ? അല്ല, ഈ വിഷയത്തിൽ സത്യത്തിന്റെ പക്ഷമുണ്ട്. താങ്കൾ നുണയുടെ പക്ഷത്ത് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഇന്ത്യയിൽ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും രാഹുൽ ഗാന്ധിയെ ജയിക്കാവും, വേറെ ആര് ജയിച്ചാലും ഞങ്ങൾ കളിക്കില്ല, അതല്ലേ പറയുന്നത്? താങ്കൾ ഇടപെട്ട് നിരന്തരം തടസ്സപ്പെടുത്തുകയാണ്. താങ്കൾ ഒന്ന് മിണ്ടാതിരിക്കൂ. വേണ്ടേ? യുക്തിക്ക് നടക്കുന്നതല്ല. താങ്കൾ ഈ പറയുന്നതാണ്. അത് ബീഹാറിലെ ജനങ്ങൾ കാണിച്ചു തന്നില്ലേ സാറേ? ഏതാണ് യുക്തി, ഏതാണ് യുക്തിക്ക് നിരക്കാത്തതെന്നുള്ള ബീഹാറിലെ ജനങ്ങൾ കാണിച്ചു തന്നില്ലേ? ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് എന്തും പറയാം. രാഹുൽ ഗാന്ധി പരാതി കൊടുക്കില്ല, രാഹുൽ ഗാന്ധി കോടതിയിൽ പോവില്ല, രാഹുൽ ഗാന്ധി SIR-ന് പറ്റില്ല, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തകർ വോട്ട് ചലഞ്ച് ചെയ്യില്ല, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തകർ ഇലക്ഷൻ കേസ് കൊടുക്കത്തില്ല, രാഹുൽ ഗാന്ധി ഒരിടത്ത് ഇരിക്കും. പിന്നെ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം ഈ പെട്ടിയും രേഖയും കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വരണം. സാറേ, നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം സാറേ, നിങ്ങൾക്ക് പരാതി കൊടുക്കാം സാറേ, നിങ്ങളുടെ ആൾക്കാർ ചലഞ്ച് ചെയ്യാം സാറേ, നിങ്ങൾ SIR-ന് പോകണം സാറേ. അതൊന്നും ചെയ്യാതിരുന്നതിന് ശേഷം എന്തായി ചെയ്യുന്നേ? ഇലക്ഷൻ കമ്മീഷൻ പോലും ന്യായീകരിക്കാൻ പ്രയാസപ്പെടുന്ന കള്ളക്കണക്ക് ശ്രീജിത്ത് ഈ സംഘികളുടെ വാട്സ്ആപ്പ് പറയുന്ന നിങ്ങൾ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.